മിനി വലിയൊരു ഫാൻ്റെ മറ്റൊരു സെമി ഫൈനൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചേട്ടനെ ചേച്ചിമാരെയും വെൽക്കം ചെയ്യാം. വിവേകേട്ടാ, അമ്മു, സൗഭാഗ്യ ചേച്ചി. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഫാനിനെ സ്വാഗതം ചെയ്യാം. ലാലേട്ടൻ ഫാനായ ആഷിഖ്. ആഷിഖ്, എന്തോ ഇന്ന് മീശയൊന്നുമില്ലല്ലോടാ? ഉണ്ട്. ശരിക്കും ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷേവ് ചെയ്താ സെമി ഫൈനലിലേക്ക് സെലക്ട് ആയതിന് കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ആഷിഖ്, എന്തോ എന്താണ് പെർഫോം ചെയ്യാൻ പോണേ? ഇന്ന് തേന്മാവിൻ കൊമ്പത്തും പിന്നെ ഒടിയനും കൂടെ മിക്സ് ആണ് ചെയ്യാൻ പോണത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവീസ് അതാണ് മിക്സ് ചെയ്ത് ചെയ്യാൻ പോണത്. ഓക്കെ, കുറെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഒരു വലിയ പടയായിട്ടാണോ വന്നേക്കുന്നത്? അതെ. ഓൾ ദി ബെസ്റ്റ് ആഷിഖ്. താങ്ക് യു. ഉണ്ണിക്കുട്ട, അവിടെ നിക്ക് മോനെ. ആരുടെ കഥയാ കേക്കണ്ടേ? പറ. എനിക്ക് മാണിക്കനെ കുറിച്ച് അറിയണം അപ്പൂപ്പ. ഓ, മാണിക്കന്റെ കഥയാണോ? അത് അപ്പൂപ്പ പറഞ്ഞു തരാടാ. മാണിക്കനും കാർത്തുമ്പിയും കൂടി ഒരു ദിവസം കാട്ടിലേക്ക് വഴിതെറ്റിക്കേറിയ സമയം. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നേക്ക് മുദ്ദു ഗൗ. അതെന്തോന്നു? മുദ്ദു ഗവു. അപ്പൂപ്പ, ഇതേത് മാണിക്യം? ഇതല്ലേ മാണിക്യം, കാളവണ്ടി ഓടിക്കുന്ന മാണിക്യം. കാളവണ്ടി ഓടിക്കുന്ന മാണിക്കനല്ല, കാളയായി വന്ന് ഓടുന്ന മാണിക്യത്തെ എനിക്ക് കാണേണ്ടത്. എന്നാ പിന്നെ ഇവരെ പറഞ്ഞു വിട്ടേ. ആശാനെ, കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ്. ഞാൻ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ പൊയ്ക്കോ. പോകാനുള്ള വഴിയൊക്കെ അറിയാലോ അല്ലേ? ചേട്ടാ, ശ്രീഹല്ലി പോളം. ഞങ്ങള് പോളം. അത് ശരി. എനിക്ക് മാണിക്കനെ കുറിച്ച് അറിയണം അപ്പൂപ്പ. കേട്ടറിവിനേക്കാളും വലുതാണ് മാണിക്കനെന്ന സത്യം. കഞ്ഞി കഴിഞ്ഞ മാണിക്കൻ ഏറ്റവും ഇഷ്ടം പ്രഭത്തമ്പുരാട്ടിയോടായിരുന്നു. അവരുടെ പ്രണയം ഈ തേൻകുറിച്ചിക്ക് മുഴുവനും അറിയാം. വെറും മാണിക്കനല്ല, ഒടിയൻ മാണിക്കൻ. എനിക്കൊത്തിരി ഇഷ്ടമാണ് എൻ്റെ പ്രഭത്തമ്പുരാട്ടിയെ. വല്ലാതെ തണുക്കുന്നുണ്ടല്ലേ? എന്താ തമ്പുരാട്ടിക്ക് തണുക്കുന്നുണ്ടോ? ഈ കമ്പിളി പുതപ്പ് ഇല്ല, ഞാൻ തരില്ല. ഇതാണ് ഒടിയൻ മാണിക്കൻ്റെ സ്റ്റൈൽ. ഒത്തിരി ഇഷ്ടമാണ് മാണിക്കന്റെ ജാലവിദ്യകൾ. ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തിനേക്കാളും എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ് തമ്പുരാട്ടി വെക്കുന്ന ആ കഞ്ഞിയും ചമ്മന്തിയും. മാണിക്ക, എനിക്കൊരാഗ്രഹമുണ്ട്. മാണിക്കൻ എന്താ കാര്യം?
എനിക്ക് വേഗം കുടിയിൽ പോയിട്ട് കാര്യമുള്ള. വേഗം കുടിയിലെത്തിട്ട് നിനക്കെന്താടാ ഒടിപ്പണിക്ക് വേഷം മാറാനാ? അല്ല മൂത്താരെ, വേഗം കുടിയിലെത്തിയിട്ട് വേണം ഇതൊന്ന് കാലിയാക്കാൻ. ഓഹോ, അപ്പൊ നീയാണല്ലേ തമ്പ്രാന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി മോഷ്ടിച്ചത്? മൂത്താര് വഴിയെന്ന് മാറിയില്ലെങ്കിലോ? മാറിയില്ലെങ്കിലോ അപ്പോഴേ വഴി കൂടെ നീ നിർത്തിക്കോ പ്രഭയമായുള്ള ഈ ചങ്ങാത്തം. നിന്റെ ഈ കളി ഇനി തേങ്കുറിശി കാണാൻ പാടില്ല. അപ്പൊ നീ പണി നിർത്താൻ പോണില്ലല്ലേ? വാസുമൂത്താരെ, മാണിക്കനെ ചവിട്ടിയതിന് തിരിച്ചു തരാതിരുന്ന അത് കണ്ടു നിൽക്കണ ഇവർക്ക് അതിന്റെ മോശം. അതിനായി നിങ്ങൾ ഈ കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, രോഗലക്ഷണമാണ്. ചിന്തിക്ക്. നിർത്തിക്കോ നിന്റെ ഈ പെരട്ട്. എന്നാ പിന്നെ തുടങ്ങാല്ലേ? ഇവനെ നിർത്ത്. ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക? മോഹഭംഗ മനസ്സിലെ തൊഴുതു നിന്നു പ്രദോഷമായി. തമ്പുരാട്ടി, കഞ്ഞിക്കെന്താ കറി? ചുട്ട പപ്പടവും ചമ്മന്തിയും. ഇരുളിന്റെ മറവിൽ ഒടിവിദ്യ കാണിച്ചു നടക്കുന്ന മാണിക്കൻ ഇനി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല. ഉടനെ തന്നെ എന്റെ വീട്ടിലേക്ക് വരണം. വരും, ഞാൻ വരും. ഏത് തൂണ് പിളർന്നും ഞാൻ വരും. തൂണൊന്നും പിളർക്കണ്ട, പക്ഷേ എന്റെ വീട്ടിലേക്ക് വന്ന് വിറവൊന്ന് കീർത്തന്നാ മതിയായിരുന്നു. കഞ്ഞിയും പപ്പടവും തന്ന എന്റെ പ്രഭത്തമ്പുരാട്ടിക്ക് ഈ ഒടിയൻ മാണിക്കൻ എന്താണ് കൊണ്ടുതരേണ്ടത്? എന്തു പറഞ്ഞാലും ഞാൻ കൊണ്ടുവരാം. എന്നും കഞ്ഞി തന്നാല് കരിമണിമാല കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം, കൈതോലപ്പായ കൊണ്ടുവരാം. പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവും മാനോടും മാണിക്ക. പ്രഭ എന്റെ പെണ്ണ, നീ ഈ തേങ്കുറിശി വിട്ടു പൊയ്ക്കോ. നിന്നെ ഇവിടെ കാണരുത്. എന്നെ ഓർത്ത് ഇവിടുന്ന് പോ മാണിക്ക. എത്ര വർഷം എടുത്താലും ഈ പ്രഭ മാണിക്കിന് വേണ്ടി കാത്തിരിക്കും. നെഞ്ചിലെ കാളക്കുളമ്പ്, കണ്ണിലെ കാരിരുൾ മുള്ള്, ഒടിയാ ഇനി നിങ്ങൾ തമ്മിൽ കാണില്ല. നമ്മുടെ ദേശത്തിന്റെ ഓടിയൻ കേടുപാട് കൂടാതെ തിരിച്ചെത്തിയില്ല. ഒടി വെക്കാൻ പോകുന്നത് ഇവനെ. ഒടിയൻ വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ മാണിക്കൻ ഇന്നെത്തുകയാണ് എന്നെ കാണാൻ. ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു അന്ന്. പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവുമെന്ന് കരുതി. എന്തേ? ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്റെ പ്രഭ തമ്പുരാട്ടിയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക? ആഷിഖ്, എന്തോ ഡിറ്റോ ലാലേട്ടൻ, കുട്ടി ലാലേട്ടനെ പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. നമുക്ക് കമന്റ്സിലേക്ക് ഇറക്കാം. സൗഭാഗ്യ ചേച്ചി. ആഷിഖ് എന്തോ ഒരു കുട്ടി ഒടിയന്റെ മിനിയേച്ചർ പോലെ ഉണ്ട് ആഷിഖിനെ കാണാനായിട്ട്. താങ്ക് യു. നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് സ്കിറ്റൊക്കെ കൊള്ളായിരുന്നു. ഈ ഒടിയൻ ആ ഒരു ഫിലിമിൽ ഇങ്ങനെ ഒരു കോമിക് ആയിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്തൊരു ന്യൂ തോട്ട് നല്ല രസമുണ്ടായിരുന്നു.
കോൺസെപ്റ്റ് വാസ് ഗുഡ്. ബട്ട് ഒരു സെമി ഫൈനൽ ഒരു റൗണ്ടിലേക്ക് വരുമ്പം ഇറ്റ് ഈസ് ഓൾവേസ് ഒരു പെർഫോമറിൻ്റെ എന്തൊക്കെ ടാലൻ്റ് ഉണ്ടോ അത് കാണിക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ആയിരിക്കണം സെമി ഫൈനൽ. അപ്പോൾ ഇത് ഒരു കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള അങ്ങനെ ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഒരു സെമി ഫൈനൽസിൽ എന്തുകൊണ്ട് വൈ ഈസ് ആഷിഖ് ഹിയർ ഇൻ സെമി ഫൈനൽ, അതിനൊരു ആൻസറായിട്ട് ഈ ഒരു പെർഫോമൻസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് സ്റ്റിൽ ഒരു ഡൗട്ടാണ്. ബട്ട് ആഷിഖ് നല്ലതായിരുന്നു. വിവേകേട്ടാ, ആഷിഖിൻ്റെ മുമ്പത്തെ പെർഫോമൻസസ് വെച്ച് നോക്കുവാണെങ്കിൽ അതിനേക്കാളും ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ പറഞ്ഞ തീമും ആ ഒരു സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്നെല്ലാം കൊള്ളാം. സെമി ഫൈനൽസ് ആണ്, അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ അത്രയും ഹാർഡായിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ടഫായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള പെർഫോമൻസസ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കണ്ട് കുറച്ചുകൂടെ ടഫായിട്ട് പോകുന്ന കോമ്പറ്റീഷൻ ആണ് എന്നുള്ളത് മനസ്സിലിരുത്തി അത്രയും ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് ഓരോന്ന് ചെയ്യാൻ നോക്കുക. പൊളിക്കും, ഉറപ്പാണ്, വാക്കാണ്, 100% ഷുവറാണ്, 100% ഷുവർ. അത് മതി. അമ്മു, ആഷിഖ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ നല്ല പെർഫോമൻസ് തന്ന ഒരു ഫാനാണ് നമ്മൾ. പേഴ്സണലി നമുക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാനാണ് ആഷിഖ്. അപ്പം ഈ സെമി ഫൈനൽസിൻ്റെ ഒരു സീരിയസ്നെസ് ഈ ഒരു പെർഫോമൻസിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ടു ബി ഫ്രാങ്ക് അതാണ്. ഇത് വിവേകടം പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജസിലാണ് ഈ പെർഫോമൻസ് എങ്കിൽ കിടിലൻ, ഒന്നും പറയാനില്ല. പക്ഷേ സെമി ഫൈനൽസ് എന്ന് പറഞ്ഞ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്, അതിൻ്റെ ഒരു ഗൗരവം ഈ സ്കിറ്റിലുണ്ടായില്ല. ആഷിഖാണ് നെക്സ്റ്റ് പെർഫോം ചെയ്യാൻ വരണേന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആഷിഖ് ഇപ്രാവശ്യം കിടുക്കൻ എന്തെങ്കിലും ഐറ്റം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ യു ഷുഡ് കീപ് ദാറ്റ് എക്സ്പെക്ടേഷൻ ലെവൽ ഹൈ. ഓക്കെ. അപ്പോൾ ആഷിഖ് എന്തോ എല്ലാം റെക്ടിഫൈ ചെയ്യുക, അടുത്ത പ്രാവശ്യം കാണിച്ചു കൊടുക്കണം. ഓക്കെ, കാണിച്ചു കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് ഫാനിനെ സ്വാഗതം ചെയ്യാം. വിജയ് ഫാനായ ശിവാനന്ദ്. ശിവ, കൺഗ്രാറ്റ്സ്, സെമി ഫൈനലിസ്റ്റ് ആണ് ശിവ. ഇപ്പോൾ ശിവാനന്ദേ, അടിപൊളി ഡ്രസ്സാണല്ലോ, വെറൈറ്റി പെർഫോമൻസ് ആണ് ഇന്ന്. അത് വിട്ടില്ല. ശിവാനന്ദ് സെലക്ട് ചെയ്തേക്കുന്നത് വിജയ് സാർ തുപ്പാക്കിയിലെ ഫസ്റ്റ് പാട്ടാണ് ഈ ഡ്രസ് ഇട്ടത്. രണ്ട് പാട്ടുണ്ടോ? 2 പാട്ടല്ലോ, ഒരു പാട്ട് കൺഫ്യൂഷൻ ആക്കല്ലേ. കുട്ടിപ്പുള്ളിയാട്ടം. വാവ്, അടിപൊളി. എനിക്കൊരു ഒറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ സെമി ഫൈനലിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? ഹാപ്പി ആയിട്ട് തോന്നി. ഞാനത് പ്രതീക്ഷയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു. 2 വേർഡ്സിനുള്ളിൽ ആൻസർ ചെയ്യുന്ന കുട്ടിയാണ്. ഹാപ്പി ആയിട്ട് തോന്നി അല്ലേ? ഓ, അപ്പൊ ഇന്ന് അടിച്ചു പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 2,000 army jawans have come to Mumbai. Amongst them is one DIA specialist. वो कौन है? என் பேர் ஜெகதீஷ், இந்தியன் ஆர்மி. ஆனால் நான் அது மட்டும் இல்லை, DIA. ஒரு நாள் எங்கள் கேம்பில் செல்வராஜன் ஒருத்தன், நம்ம புதுக்கோட்டை பையன்தான், திடீர்னு காணோம். 7 நாள் எங்கே தேடியும் கிடைக்கல. 8வது நாள் கிடைச்சான். பாவம் அவங்க கேம்பில் மாட்டிக்கிட்டான் போல. அவனை 7 நாள் சித்திரவதை பண்ணி அவன் கண்ணு 2 நோண்டி இந்த பியர் பாட்டில் அதை கீழ் வழியா அமுக்கி முழுசா உள்ள அனுப்பிட்டு உடைச்சிருக்கானுங்க. நாங்கள் தான் வீட்டுக்கு போய் பாடியை கொடுத்துட்டு வந்தோம். அங்க அம்மா அழுகுறாங்க, அப்பா அடிச்சுக்கிறாரு, அக்கா தங்கச்சிங்க கதறாங்க. 14வது நாள் அவன் தம்பி வந்துட்டான்டா மிலிட்ரிக்கு. நீங்களாம் இங்க சந்தோஷமா வாழணும் தாண்டா நாங்க அங்க தினம் செத்துக்கிட்டு இருக்கோம். நீயே முடிவு பண்ணிக்க. அந்த கன் ஏதாவது என் பக்கம் திரும்பிச்சு நான் உன்னை சுட்டுருவேன். நீ பெரிய ஆபத்தை தொட்டுட்ட. रूदे अंदर जावन लाए
सबर जरूरी है। गाइस இது கொஞ்சம் சீரியஸான நம்மளுடைய ஆப்போசிட் டீம் யாருன்னு இனிமே தான் தெரிய போகுது. सुनो, तुम्हारे मालिक ने मुझे हाथ बांध के मारा, खोलने को बोला तो सोच रहे हैं? तूने मेरा हाथ तोड़ा और तेरे साथ इतने लोग हैं फिर भी तो डर रहे हैं ना? அந்த பாயா இருக்கணும்டா. പ്രാണനേക്കാൾ വലുതാണ്
പിറന്ന നാടിന്റെ മാനാഭിമാനങ്ങൾ എന്ന് ചിന്തിച്ച് ഭാരത പതാക നെഞ്ചോട് ചേർത്ത ഒരു തലമുറയുടെ ത്യാഗസ്മരണകൾ ഉണരുന്ന ദിനം. അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കാൻ ആ ധീര ദേശാഭിമാനികളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നമുക്കും നെഞ്ചിലണിയാം ആ ത്രിവർണ പതാക. ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വി ആർ പ്രൗഡ് ഇന്ത്യൻസ്. ജയ് ഹിന്ദ്. ശിവ, ഞാൻ ശിവയോട് ചോദിക്കട്ടെ, എങ്ങനെ കളിച്ചു? നന്നായിട്ട് കളിച്ചു. ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് എടുക്കാം. അവനെ പറഞ്ഞു കൊടുത്ത രീതിയിലൊക്കെ അവൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഇനി ബാക്കിയതാ ചേച്ചിമാർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. അമ്മു, ശിവ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു മൂവി സെലക്ഷൻ ആയിരുന്നു. എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് മൂവിയാണ്. സോ നല്ലൊരു മൂവി സെലക്ഷൻ ആയിരുന്നു. തുടങ്ങിയ പാട്ടൊക്കെ നല്ലതായിരുന്നു. ഇതിന്റെ ഡയലോഗ് ഡെലിവറി അടിപൊളി. എക്സ്പ്രഷൻ ഒക്കെ കിടിലൻ. ആ ഡയലോഗൊക്കെ നല്ല സിമ്പിൾ എന്നാ പറഞ്ഞു. ഡാൻസ് വിവേകേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിന്റെ പാട്ട് നീ അടിപൊളിയായിട്ട് ചെയ്തു. ഗ്രൂപ്പ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഗുഡ്. ശിവാനന്ദൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിജയന്റെ അതേപോലത്തെ മാനറിസംസ് ഒക്കെയാണ് ശിവ ഇവിടെ വന്ന്. ഡാൻസ് നല്ലതായിരുന്നു. കുറച്ച് എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ ഫീൽ ചെയ്തു. ക്ലംസി ആയിട്ട് തോന്നി. പ്രാക്ടീസിന്റെ ടൈം കുറഞ്ഞു പോയോണ്ടാണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ശിവയ്ക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടെ നീറ്റായിട്ട് ശിവയ്ക്ക് ചെയ്യാൻ പറ്റും. ശിവ ഇങ്ങനെ കിടന്ന് ഓടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അവിടെ പിടിച്ചത് അവരുടെ കൂടെ പഠിച്ചത് അങ്ങനെ ഒരു വെപ്രാളപ്പെട്ട് ശിവ കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടല്ലോ. ഇത്ര ടൈമേ കിട്ടുള്ളൂ, എല്ലാവരും കൂടി വരണം, പ്രാക്ടീസ് ചെയ്യണം. അതിനിടയ്ക്ക് പറ്റുന്ന ചെറിയ ചെറിയ പ്രശ്നമായിരിക്കാം നമുക്ക് മറന്നു പോകുന്നതൊക്കെ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നുള്ളതാണ്. അത് ഒറ്റ ഒരാളുടെ പെർഫോമൻസിലാണ് ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നത്. കൊറിയോഗ്രാഫി എന്താണ്, ഏത് മൂവിയാണ് സെലക്ട് ചെയ്തത്, ഗ്രൂപ്പ് എങ്ങനെ പെർഫോം ചെയ്തു, എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒരാളെ തലയിലാണ് വന്ന് വീഴുന്നതെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് സെമി ഫൈനൽസിൽ വരുമ്പം എല്ലാവരും കുറച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. എനിവേസ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, നല്ല ആക്ട് ആയിരുന്നു. വെൽ ഡൺ. ശിവ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ കംപ്ലൈൻറ്റ്സ് ഒക്കെ റെഡി ആക്കി കൊടുക്കണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.